അസ്സലാമു അലൈക്കും. അല്ല ഷിബി, ഇനിയിപ്പോൾ എന്താണ് എൻ്റെ തീരുമാനം? സാബിറ ഷിബിലയോട് ചോദിച്ചപ്പോൾ അവനൊന്നും മിണ്ടിയില്ല. ആ ചോദ്യത്തിന് പെട്ടെന്നൊരു ഉത്തരം പറയാൻ അവന് കഴിയുന്നില്ല എന്നതാണ് സത്യം. അവനാകെ ടെൻഷനിലാണെന്ന് തോന്നിയെങ്കിലും അവളെ വീണ്ടും അവൻ്റെ മുൻപിലേക്ക് ഇട്ടുകൊടുക്കുന്നതോർക്കെ അവൻ്റെ മനസ്സ് വേവുകയാണെന്നത് സാബിറക്ക് മനസ്സിലായതുമില്ല. ഷിബി! സാബിറ അവൻ്റെ തോളിൽ കൈവച്ച് വിളിച്ചു. അവൻ മുഖം ഉയർത്തി. നിസാമിനോട് ഇക്കാര്യം എങ്ങനെ പറയുമെന്നർത്ഥമാണോ നീ ടെൻഷനാവുന്നത്? സാബിറ ചോദിച്ചു. ഷിബിലി ഒന്നും പറയാതെ മുഖം കുനിച്ചു. അവൻ്റെ ടെൻഷൻ അതല്ലല്ലോ. അവളെ ഇനിയും വേദനിപ്പിക്കാൻ വയ്യ. അവളുടെ വേദന ഇപ്പോൾ അവൻ്റേത് കൂടിയാണല്ലോ. നിസാമിനെ അവളെ വിട്ടുകൊടുക്കേണ്ടത് ഓർക്കുമ്പോൾ ഹൃദയം പറിച്ചെടുക്കും പോലൊരു വേദന തോന്നുന്നുണ്ട്. അതോർത്ത് നീ ടെൻഷനാവണ്ട ഷിബി. റസിയയും കൊണ്ട് ഞാൻ പോകുന്നുണ്ട് നിസാമിൻ്റെ വീട്ടിൽ. അവരോട് കാര്യങ്ങളൊക്കെ ഞാൻ സംസാരിച്ചോളാം. സാബിറ പറയുന്നതൊന്നും അവൻ്റെ ചെവിയിൽ കയറുന്നുണ്ടായിരുന്നില്ല. നിസാമിൻ്റെ കുഞ്ഞ് അവളുടെ വയറ്റിൽ വളരുന്നുണ്ടെന്ന് അവർ അറിഞ്ഞാൽ ഇതുവരെ അവളോട് തോന്നിയ ദേഷ്യവും പകയൊക്കെ ഇല്ലാതാവും. റസിയെ അവർ സ്വീകരിക്കും, എനിക്ക് ഉറപ്പുണ്ട്. അത് പറയുമ്പോൾ തൻ്റെ അനിയൻ്റെ നിരപരാധിത്വം തെളിയിക്കപ്പെടുമെന്നും റസിയ അവൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുമെന്നും കൂടി ചിന്തിച്ചിരുന്നു സാബിറ. മാത്രവുമല്ല, രണ്ട് കുടുംബങ്ങളും വീണ്ടും പഴയതുപോലെ ഒന്നാവുകയും ചെയ്യും. ഷിബി, റസിയെ ഞാൻ അവിടെ തിരികെ കൊണ്ടുപോയി ആക്കിക്കോളാം. സാബിറ അത് പറയുമ്പോൾ അതുവരെ എന്തോ ചിന്തയോടെ ഇരുന്നവൻ പെട്ടെന്നൊരു നെട്ടലോടെ അവളെ നോക്കി. സാബിറ അവനെ ഒന്ന് കണ്ണ് ചിമ്മി കാണിച്ചു. അപ്പോഴേക്കും മോളൂട്ടിയും അവൻ്റെ മടിയിൽ ഇടം പിടിച്ചു. നേരം കുറേ ആയില്ലേ ഇങ്ങനെ ആശുപത്രിയിൽ? മോളൂട്ടി ചിണുങ്ങി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓളാകെ തളർന്നിട്ടുണ്ട്. കുഞ്ഞ് രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ല. നീ അതിന് കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കൂ ഷിബി, സാബിറ പറഞ്ഞു. ഷിബിലി പേഴ്സ് തുറന്ന് കുറച്ച് പൈസ എടുത്ത് സാബിറയുടെ കയ്യിലേക്ക് കൊടുത്തു. ഇത്ത കൊടുത്തോളെ, ഇത്ത കൊടുത്താലേ ഓള് കഴിക്കൂ. നിങ്ങൾ രണ്ടുപേരും പോയി കഴിച്ചിട്ട് വാ, ഞാൻ ഇവിടെ ഇരുന്നോളാം. ഷിബിലി അവരെ പറഞ്ഞു വിട്ടുകൊണ്ട് റസിയക്ക് കാവലായി അവിടെ തന്നെ ഇരിപ്പുറപ്പിച്ചു. നേരം വെളുത്ത് ഇത്രയായിട്ടും അവന് ഒന്നും കഴിച്ചില്ലെങ്കിലും വിശപ്പും ദാവുമൊന്നും അറിയുന്നില്ല. അകത്ത് തളർന്നു കിടക്കുന്നൊരുവളെ വിട്ടുകൊടുക്കേണ്ടി വരുന്നതിനെക്കുറിച്ചുള്ള ചിന്ത അവൻ്റെ വിശപ്പും ദാവുമെല്ലാം കെടുത്തിക്കളഞ്ഞു. ചാരിവെച്ച ഡോറ് തുറന്നവൻ അകത്തേക്ക് കയറി. റസിയ അതേസമയം തന്നെയാണ് അവനെ നോക്കിയത്. അവളുടെ മിഴികൾ നനഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. മോളൂട്ടിയുടെ അബ്ബയെ കണ്ടതും റസിയ മുഖം തുടച്ചു. പിന്നെ നോട്ടം മറ്റെങ്ങോ തിരിച്ചുവിട്ടവൾ കിടന്നു. മെഴുകുതിരി പോലെ ഉരുകി തീരാറായിട്ടുണ്ട് പെണ്ണ്. അവൻ അവളെയൊന്ന് ആശ്വസിപ്പിക്കാൻ തോന്നി. അവൾക്ക് അല്പമെങ്കിലും ധൈര്യം പകർന്നു കൊടുക്കാൻ തോന്നിപ്പോയി. അതിന് താൻ അവളോട് ഇതുവരെ സംസാരിച്ചിട്ടുണ്ടോ? ഉണ്ട്. അന്ന് മോളൂട്ടിയെ കാണാതെ വന്ന ടെൻഷനിൽ അവളോട് ദേഷ്യപ്പെടേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെയാണോ ഇപ്പോൾ? ഇന്ന് അവളോട് സംസാരിക്കാനൊരു തുടക്കം ആവശ്യമാണ്. പെട്ടെന്ന് അവളോട് കയറി സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് അവനും അറിയില്ല. അതിന് മാത്രം അടുപ്പമൊന്നും അവർക്കിടയിലില്ല. ഇനിയിപ്പോൾ അവളോട് എന്തെങ്കിലും സംസാരിച്ചാലും അവൾ അത് എങ്ങനെ എടുക്കുമെന്നും അറിയില്ല. ഒരു നിമിഷം അവൻ ആ വാതിൽക്കലിൽ തന്നെ നിന്നു. അബ്ബാ! മോളൂട്ടിയുടെ വിളിയെന്ന് കേട്ടതും ഷിബിലി തിരിഞ്ഞു നോക്കി. അപ്പോഴേക്കും അവനിങ്ങ് അടുത്തെത്തിക്കഴിഞ്ഞിരുന്നു. അവൻ ഒരു വട്ടം കൂടി റസിയെ തിരിഞ്ഞു നോക്കി. അവൾ മറ്റൊങ്ങ് നോക്കി കിടക്കുകയാണ്. അബ്ബാൻ്റെ മോളൂട്ടിൻ്റെ വിശപ്പ് മാറിയോ? ഷിബിലി കുഞ്ഞിനെ എടുത്തു. മോളൂട്ടി വയറ് നിറച്ച് പാപ്പം കഴിച്ചല്ലോ, മോളൂട്ടി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ റസിയെ പോലെ തന്നെ അവനും മൗനമായിരുന്നു. സീറ്റിൽ ചാരി കണ്ണടച്ച് കിടക്കുന്നവരിലേക്ക് അവൻ നോട്ടം അറിയാതെ ചെന്നു. ശരീരവും മനസ്സും തളർന്ന് തീർത്തും അവശയായി പോയവളെ കാണുമ്പോൾ അവൻ്റെ നെഞ്ചൊന്ന് വിങ്ങി. റസിയയ്ക്ക് വിശേഷമുണ്ടെന്നുള്ള കാര്യം സാബിറ നേരത്തെ അശുമയെയും സിന്നുവിനെയും വിളിച്ചറിയിച്ചത് കൊണ്ട് തന്നെ അവർ വരുന്നത് നോക്കി ഉമ്മറത്ത് തന്നെയുണ്ട് രണ്ടുപേരും. സിന്നുവിൻ്റെ മുഖത്ത് ഇതുവരെ ഇല്ലാത്തത്രയും തെളിച്ചവും സന്തോഷവും. ഷിബിലിയുടെ കാർ ഗേറ്റ് കടന്ന് മുറ്റത്തേക്ക് കയറിയതും സിന്നു അവരുടെ അടുത്തേക്ക് ഓടി വന്നു. അവൾ കാറിനകത്തേക്ക് എത്തിയും കുത്തിയും നോക്കി. റസിയുടെ വാടിത്തള്ളുന്നുള്ള ഇരിപ്പ് കണ്ട് പറഞ്ഞറിയിക്കാൻ കഴിയാത്തത്ര സന്തോഷം തോന്നി അവൾക്ക്. പടച്ചോന് എൻ്റെ പ്രാർത്ഥന കേട്ടതാണ്. റസിയുടെ ഉദരത്തിൽ വളരുന്ന കുഞ്ഞിനെ യത്തീമിനെ പോലെ വളർത്താൻ എന്തായാലും അവൾ സമ്മതിക്കില്ല. ആ കുഞ്ഞിനെ അതിൻ്റെ ഉപ്പയുടെ സ്നേഹം നഷ്ടപ്പെടുത്താൻ ഏതൊരു പെണ്ണിനെ പോലെയും അവൾക്കും കഴിയില്ല. അവൾ ഇനി തൻ്റെയും ഷിബിക്കയുടെയും ഇടയിൽ നിന്ന് തടസ്സമായി നിൽക്കാതെ ഒഴിഞ്ഞു പോകുമായിരിക്കും. സിന്നുവിന് അവിടെ നിന്ന് തുള്ളിച്ചാടാനാണ് തോന്നിയത്. ഷിബിലിയാണ് ആദ്യം കാറിൽ നിന്നിറങ്ങിയത്.
അവൻ ഇറങ്ങി ഡോർ തുറന്നു കൊടുത്തതും സാബിറയും അവൾക്ക് പിന്നാലെ റസിയയും ഇറങ്ങി. ഞാൻ പിടിക്കണോ റസിയ? തല ചുറ്റുന്നുണ്ടോ നിനക്ക്? വന്നേ, ഞാനെ അകത്ത് കൊണ്ടുപോയി കിടത്താം. എന്തൊരു സ്നേഹമാണ് സിന്നുവിന്. ഇത്രയും പെട്ടെന്ന് റസിയോടുള്ള അവളുടെ മനോഭാവം മാറിയതിൽ സാബിറയ്ക്ക് അതിശയം തോന്നിയില്ല. അവളെ കൊല്ലാനുള്ള പകയും വെച്ച് നടന്നവളായിരുന്നല്ലോ. എല്ലാം സിന്നുവിൻ്റെ അഭിനയമാണെന്ന് അവർക്കൊട്ടും മനസ്സിലായില്ല. അവൾ ഗർഭിണിയാണെന്ന് കേട്ടപ്പോൾ അലിവ് തോന്നിക്കാണുമെന്ന് ചിന്തിച്ചുകൊണ്ട് സാബിർ മോളുട്ടിയെയും കൊണ്ട് അകത്തേക്ക് നടന്നു. ഉമ്മ, ഇത് റസിയയ്ക്കുള്ള വൈറ്റമിൻ ടാബ്ലറ്റ് ആണ് കേട്ടോ. ഇത് മുടങ്ങാതെ കഴിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് ഡോക്ടർ. പിന്നെ നന്നായി ഭക്ഷണം കഴിപ്പിക്കാനും. അവൻ കയ്യിലെ കവർ ഐഷുമ്മയെ ഏൽപ്പിച്ചു. മോനെ ഷിബിലേ, നമുക്ക് അപ്പുറത്ത് പറയണ്ടേ? നിസാമിൻ്റെ വീട്ടിലേക്കൊന്ന് നോക്കി ഐഷുമ്മ ചോദിച്ചു. ആ ചോദ്യത്തിൻ്റെ അർത്ഥം അവന് മനസ്സിലായിരുന്നു. റസിയ ഗർഭിണിയാണെന്ന കാര്യം നിസാമിൻ്റെ വീട്ടിൽ അറിയിക്കണ്ടേ എന്നാണ് ചോദിച്ചത്. ആ, പറയാം. അവൻ അത്രയും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് നടന്നു. മോളൂട്ടിയെപ്പോലും ശ്രദ്ധിക്കാതെ അവൻ റൂമിലേക്ക് പോയി വാതിൽ ചേർത്തടച്ചു. ബെഡിലേക്കിരുന്ന് തലയിൽ കൈ താങ്ങിവെച്ചു. എന്തോ ഒരു നൊമ്പരം അവൻ്റെ ഹൃദയത്തെ വരിഞ്ഞു മുറുക്കുന്നുണ്ട്. അവളെ വീണ്ടും നിസാമിൻ്റെ മുന്നിലേക്ക് ഇട്ടുകൊടുക്കാൻ വയ്യ. അവൻ അവളെ വീണ്ടും ഉപദ്രവിച്ചാൽ ഈ അവസ്ഥയിൽ ആ പെണ്ണിന് താങ്ങോ? തൻ്റേതെന്ന് പറഞ്ഞ് ഇവിടെ പിടിച്ച് നിർത്തി അവളെ സംരക്ഷിക്കാനും വയ്യ. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൻ്റെ മനസ്സ് അസ്വസ്ഥതയോടെ കലങ്ങി മറിഞ്ഞുകൊണ്ടിരുന്നു. റസിയയുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല. താൻ ഗർഭിണിയാണെന്ന് ഇപ്പോഴും വിശ്വസിക്കാൻ അവളുടെ മനസ്സ് കൂട്ടാക്കുന്നില്ല. വയറ്റിലുള്ള കുഞ്ഞ് നിസാമിൻ്റേതാണെന്ന് ഓർക്കുമ്പോൾ തൻ്റെ തലച്ചോർ പോലും മരവിച്ചു പോകുന്നു. ഒരു നിമിഷം ഞാനിതെല്ലാം സ്വപ്നം കണ്ടതായിരുന്നെങ്കിൽ ആ സ്വപ്നത്തിൽ നിന്നുണർന്ന് എല്ലാം മറക്കാൻ തനിക്ക് കഴിയുമായിരുന്നെങ്കിൽ എന്ന് ഓർത്തുപോയി റസിയ. ആ കുഞ്ഞിന് വേണ്ടി വീണ്ടും നിസാമിൻ്റെ കാൽച്ചുവട്ടിലേക്ക് പോകേണ്ടി വരുമോ എന്ന് ഓർത്തവൾ ഭയപ്പെട്ടു. ഓരോന്ന് ചോദിച്ചും പറഞ്ഞു കൂടെ നിൽക്കുന്ന സിന്നു ഒന്ന് പുറത്തേക്ക് പോയിരുന്നെങ്കിൽ ഒന്ന് ഉറക്കെ പൊട്ടിക്കരിയുകയും ചെയ്യാമായിരുന്നു. അവൾ ഓർത്തു. എന്തിനാടി ആ ഒരുമ്പൊട്ടുകളെയും കൊണ്ട് ഇങ്ങോട്ട് കയറി വന്നത്? റസിയുടെ കൈ പിടിച്ച് സാബിറ നിസാമിൻ്റെ വീട്ടിലേക്ക് വരുന്നത് കണ്ടതും ഹംസ അവരുടെ മുൻപിലേക്ക് ചാടി വീഴുകയായിരുന്നു. അവര മുറ്റത്ത് തന്നെ നിന്നുപോയി. റസിയ നെട്ടിലൂടെ സാബിറയുടെ പിറകിലേക്ക് നീങ്ങി നിന്നു. അവൾക്കൊട്ടും ഇഷ്ടമുണ്ടായിട്ടല്ല സാബിറയുടെ കൂടെ വീണ്ടും ഈ പടി കയറിയത്. സ്വന്തമായൊരു തീരുമാനമെടുക്കാൻ പോലും കഴിയാതെ അവളൊരു മരപ്പാവയെപ്പോലെ തീർന്നിരുന്നു. ആരോ കീ കൊടുത്ത പാവയെപ്പോലെ. എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എളാപ്പ. നിസാമില്ലേ അവിടെ? അവൻ്റെ മുമ്പിൽ വെച്ച് വേണം എനിക്ക് സംസാരിക്കാൻ. സാബിറ വീറൊട്ടും കുറയാതെ ഹംസയുടെ മുഖത്തേക്ക് നോക്കി. ഓഹോ, ഇപ്പം മനസ്സിലായി. എനിക്ക് കാര്യം പിടികിട്ടി. ഇവളെ എൻ്റെ അനിയനെ മടുത്ത് കാണൂല്ലേ? വീണ്ടും ഈ അസത്തിനെ ഇവിടെ കൊണ്ടുവന്ന് തള്ളാനാണ് ഈ വന്നതെങ്കിലേ അത് നടക്കൂല സാബിറ. ഈ ഹംസ ജീവനോടെയുള്ളപ്പോൾ ഇനി ഓളെ ഇവിടെ നിൽക്കാൻ സമ്മതിക്കൂല. ഞങ്ങളുടെയൊക്കെ നെഞ്ചത്ത് ചവിട്ടിയാണ് അന്ന് ഈ പെണ്ണ് നിൻ്റെ അനിയൻ്റെ കൂടെ ഇറങ്ങിപ്പോയത്. ഈ പിഴച്ചവളെ ഇനി എൻ്റെ മോന് വേണ്ട. ഹംസ നിന്ന് കത്തി. അയാളുടെ മുഖത്തെ ദേഷ്യം കണ്ട് റസിയ പൂങ്കുല പോലെ നിന്ന് വിറച്ചു. പുറത്തു നിന്നുള്ള ബഹളം കേട്ട് നബീസുമ്മയും ബാനുവും ഓടിയെത്തി. റസിയയെ വീണ്ടും കണ്ടതും നബീസുമ്മയുടെ മുഖം വിടർന്നു. എന്നാൽ ബാനു അവരെ പരിഹാസത്തോടെ നോക്കി. റസിയ, എൻ്റെ പൊന്നു മോളെ. നബീസുമ്മ നിറഞ്ഞ് ചിരിച്ചുകൊണ്ട് അവളുടെ അടുത്തേക്ക് ഓടി വന്നു. റസിയ കണ്ണുനീരിലും അവർക്കൊരു പുഞ്ചിരി നൽകി. നബീസുമ്മ അവളുടെ കൈ പിടിക്കാനൊരുങ്ങിയതും നബീസ! ഹംസ ഒരു അലറലായിരുന്നു. അതിനോടൊപ്പം ആളെ കൊല്ലും പോലൊരു നോട്ടവും. ആ സ്ത്രീ തൻ്റെ കൈ പിൻവലിച്ച് പകപ്പോടെ പിറകിലേക്ക് നീങ്ങി. റസിയയുടെ മുഖം താഴ്ന്നു. എനിക്ക് നിസാമിനോടാണ് പറയാനുള്ളത്. അവന് റസിയെ വേണ്ടായിരിക്കും. പക്ഷേ റസിയയുടെ വയറ്റിൽ കിടക്കുന്ന അവൻ്റെ കുഞ്ഞിനെ അവനെ വേണ്ടെന്ന് വെക്കാൻ ഒക്കുമോ? സാബിറയുടെ ചോദ്യം കേട്ട് അവരുടെ എല്ലാം മുഖത്തൊരു നെട്ടൽ ദൃശ്യമായി. എന്താ സാബി ഈ പറഞ്ഞത്? നബീസുമ്മ കണ്ണുനീരോടെ സാബിറയെ നോക്കി. നിങ്ങളെ മകൻ്റെ കുഞ്ഞെ റസിയാൻ്റെ വയറ്റിലുണ്ടെന്ന്. അതിനെ ഉപേക്ഷിക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ. അത്രയും കണ്ണുചോര ഇല്ലാത്തവരാണോ നിങ്ങൾ? സാബിറ പറഞ്ഞതും നബീസുമ്മ അല്ലെന്ന് തല അനക്കിക്കൊണ്ട് ആ കണ്ണുനീരിലും അവളെ നോക്കി പുഞ്ചിരിച്ചു. എൻ്റെ റസിയ, എൻ്റെ പൊന്നുമോള് ഗർഭിണിയാണെന്നോ? തനിക്കൊരു പേരക്കുട്ടി ഉണ്ടാവാൻ പോകുകയാണെന്നോ? ആ ഉമ്മ സന്തോഷം കൊണ്ട് വിതുമ്പി. ആ പറഞ്ഞതിൻ്റെ ഷോക്കിൽ നിന്ന് വിട്ടുമാറാൻ നിമിഷം വേണ്ടി വന്നു ഹംസയ്ക്ക്. അയാളുടെ രക്തം തിളച്ചു. ഇനി എന്തു ചെയ്യും? ഇങ്ങനൊരു കാര്യം സ്വപ്നത്തിൽ പോലും അയാൾ പ്രതീക്ഷിച്ചതല്ലല്ലോ.
അയാൾക്ക് അത് വല്ലാത്തൊരു ഷോക്ക് തന്നെയായിരുന്നു. നെട്ടലിൽ നിന്ന് വിട്ടുമാറിയതും അയാൾ ചിരിച്ചു. ഉറക്കെ ഉറക്കെ പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, ഹോ, പുതിയ കഥയും മെനഞ്ഞ് വന്നിക്കാണല്ലേ രണ്ടും. ആങ്ങളയുടെ തലയിൽ നിന്ന് ഈ മരണത്തെ ഒഴിപ്പിക്കാനുള്ള ബുദ്ധിയാവും ഈ ഗർഭനാടകം. ഇതൊന്നും ഇവിടെ നടക്കൂല മോളെ സാബിറ. ഗേറ്റ് അടിച്ചിട്ടില്ല, 2 മിനിറ്റ് സമയം തരാം. ഈ പിഴച്ചവളെയും കൊണ്ട് വന്ന വഴി ഈ വിട്ടോ. അയാൾ വിരൽ ഞൊടിച്ചുകൊണ്ട് പറഞ്ഞു. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? നമ്മുടെ മോൻ്റെ കുഞ്ഞിനെ. നബീസുമ്മ എന്തോ പറയാനായി മുന്നോട്ട് വന്നു. നീ മിണ്ടരുത്. നമ്മുടെ മോൻ്റെ കുഞ്ഞ്. അയാൾ പുച്ഛത്തോടെ ഭാര്യയെ നോക്കി. നിനക്ക് ഉറപ്പുണ്ടോ ഇത് നിസാമിൻ്റെ കുഞ്ഞാണെന്ന്? ഈ തേവിടശി ആർക്കൊക്കെ കിടന്നു കൊടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയാം നബീസ. റസിയ നടുക്കത്തോടെ അയാളെ നോക്കി. തൻ്റെ ഉപ്പയെ പോലെ തന്നെയാണ് ഈ മനുഷ്യനെ കണ്ടിട്ടുള്ളത്. എന്നിട്ടും ഇയാൾക്കെങ്ങനെ ഇത്ര തരം താഴ്ന്ന് സംസാരിക്കാൻ കഴിയുന്നു? അവൾക്ക് ദേഷ്യവും സങ്കടവും ഒരുമിച്ച് വന്നു. ഇതുവരെ ഉണ്ടായിരുന്ന ഭയം എങ്ങോ പോയതുപോലെ അവൾ ദേഷ്യം കൊണ്ട് വിറച്ചു. നിങ്ങൾക്ക് എന്താ അറിയേണ്ടത്? ഞാൻ ആർക്കൊക്കെ കിടന്ന് കൊടുത്തിട്ടുണ്ടെന്നോ? വീറോടെ അവൾ അലറുമ്പോൾ ആ വിടർന്ന ചുവന്ന കണ്ണുകളിൽ അഗ്നി തിളക്കുന്നുണ്ടായിരുന്നു. റസിയയ്ക്ക് ഇത്ര ശൗര്യമോ? ഇതുവരെ വായിൽ നാക്കുണ്ടോ എന്നറിയാൻ കുത്തി നോക്കേണ്ടിയിരുന്ന അവളുടെ അലർച്ച കേട്ട് ഹംസ പതർച്ചയോടെ നിന്നു. എല്ലാവരും പകപ്പോടെ അവളെ നോക്കി. എന്നാ കേട്ടോ കാർന്നോരെ, നിങ്ങളെ മകൻ്റെ മഹറെ ഈ കഴുത്തിൽ വീണതിൽ പിന്നെ അയാളല്ലാതെ മറ്റൊരു പുരുഷനും ഈ റസിയയുടെ ദേഹത്തെ സ്പർശിച്ചിട്ടില്ല. എൻ്റെ ഉള്ളിൽ വളരുന്ന കുഞ്ഞിൻ്റെ ഉപ്പ അയാളാണെന്ന് പ്രൂവ് ചെയ്യാൻ നിങ്ങളെ ബാക്കിൻ്റെ ബലമൊന്നും വേണ്ട ഈ റസിയയ്ക്ക്. അത്രയും പറഞ്ഞു തീർന്നപ്പോഴേക്കും അവൾ ശ്വാസം മുട്ടി കുതിച്ചു. എല്ലാവരും അമ്പരപ്പോടെ അവളെ നോക്കിയാണ്. സാബിറയ്ക്ക് അവളോട് അലിവ് തോന്നിപ്പോയി. മോളെ, നബീസുമ്മ അവളെ ഇടർച്ചയോടെ വിളിച്ചു. അവരെ നോക്കിയ റസ്യ മുഖം പൊത്തി നിസ്സഹായായി കരഞ്ഞുപോയി. അവളെ ഒന്ന് ആശ്വസിപ്പിക്കാനോ ചേർത്ത് പിടിക്കാനോ കഴിയാതെ ആ ഉമ്മ നിന്ന് വിതുമ്പി. ഹ, പിന്നെ എൻ്റെ കള്ളക്കണ്ണീരൊന്നും ഇവിടെ നടക്കൂല മോളെ. അല്ല, എന്താണ് നിൻ്റെ ഉദ്ദേശം? ഒരു ഗർഭനാടകം നടത്തി വീണ്ടും ഇവിടെ പറ്റിക്കൂടാമെന്നോ? എൻ്റെ മോൻ്റെ ഭാര്യയായിട്ട് ജീവിക്കാമെന്നോ? ഇല്ലടി, ഞാനിതിന് നിന്നെ സമ്മതിക്കില്ല. എൻ്റെ ക്ഷമ പരീക്ഷിക്കാതെ ഇവളെ ഇവിടെ വിളിച്ചോണ്ട് പോകുന്നുണ്ടോ സാബിറ? ഹംസ ഉച്ചത്തിൽ അലറി. ഇല്ല, റസിയ ഇവിടെ തന്നെ നിൽക്കും. നിസാം വരട്ടെ, അവൻ പറയട്ടെ ഈ കുഞ്ഞ് ഓൻ്റേതല്ലെന്ന്. എന്നിട്ടേ നമുക്ക് ഒരു തീരുമാനത്തിലെത്താം. സാബിറ കൈകെട്ടി അവിടെ തന്നെ നിന്നു. നിസാം വന്നാലും പറയാൻ പോകുന്നത് ഇതൊക്കെ തന്നെയാവുമെന്ന് അറിയാവുന്നത് കൊണ്ട് റസിയ ഒന്നും മിണ്ടിയില്ല. ഇനിയും അവൻ്റെ കൂടെ കഴിയാൻ അവൾക്കൊട്ടും താല്പര്യമില്ലായിരുന്നു. ഓഹോ, അത്രക്കായോ? എൻ്റെ ഉമ്മറത്ത് വന്ന് ഇങ്ങനെ കുരച്ചാലേ എങ്ങനെ ഓടിക്കണമെന്ന് എനിക്കറിയാം. അയാൾ റസിയയുടെ നേരെ പാഞ്ഞെടുത്തു. അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു വലിച്ചു. അയാൾ പുറത്തേക്ക് നടന്നു. തല പൊളിയുന്ന വേദനയോടെ റസിയ ഉറക്കെ കരഞ്ഞു. നിങ്ങൾക്ക് എന്താണ് മനുഷ്യ? വിട്, അതിനെ വിടാൻ. മോളെ. നബീസുമ്മ അയാളെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചെങ്കിലും അയാൾ അവളെ കുടഞ്ഞെറിഞ്ഞിരുന്നു. സാബിറയെയും റസിയയും പുറത്തേക്കെറിഞ്ഞ് അയാൾ ഗേറ്റ് അടച്ചു. ഇനി ഇതിൻ്റെ അകത്തെങ്ങാനും കാല് കൊത്തിയാൽ അതിൻ്റെ കാല് ഞാൻ അറുക്കും, ഓർത്ത് വെച്ചോ. അയാൾ റസിയുടെ നേർക്ക് ചൂണ്ടുവിരൽ വിറപ്പിച്ചു. എൻ്റെ മോനെ, എന്നോട് ഒരു താല്പര്യമില്ലായിരുന്നു. പുഴുത്ത പട്ടിയെ പോലെ അവനെ അർപ്പോടെ മാത്രമേ നിന്നെ കണ്ടിട്ടുള്ളൂ. നിൻ്റെ കൊച്ചിൻ്റെ തന്ത ഒരിക്കലും എൻ്റെ മോൻ നിസാമായിരിക്കില്ല. പൊന്നുമോള് വീട്ടിൽ ചെന്ന് നന്നായി ഒന്ന് ഓർത്ത് നോക്ക്. നിന്നെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞ് വീരവാദം മുഴക്കിയവൻ തന്നെയാവും അതിന് ഉത്തരവാദി. അയാളുടെ വായിൽ നിന്ന് വൃത്തികെട്ട വാക്കുകൾ വർഷിക്കാൻ തുടങ്ങി. എന്തൊരവസ്ഥയാണിത്? അവളുടെ മിഴിയിൽ നിന്ന് കണ്ണുനീർ കവിളിലേക്ക് ഒലിച്ചിറങ്ങി. കണ്ണുനീർ പാട കൊണ്ട് കാഴ്ച മറഞ്ഞു തുടങ്ങി. അവൾ വീണു പോകും മുമ്പേ സാബിറ അവളെ താങ്ങിയിരുന്നു. നീ അകത്തേക്ക് കയറിപ്പോടി. ഗേറ്റിനടുത്തേക്ക് ഓടുന്ന നബീസുമയെ അയാൾ പിടിച്ചു വെച്ചു. അത്രയും സമയം ഒന്നും മിണ്ടാതെ നിന്ന ബാനു ഇറങ്ങി വന്ന് നബീസുമയെ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. ഹംസ ഉള്ളിലേക്ക് കയറി ഫോണെടുത്ത് നിസാമിനെ വിളിച്ചു. ആദ്യത്തെ റിങ് തീരും വരെ അടിച്ചിട്ടും ഫോൺ അവൻ എടുക്കുന്നില്ലെന്ന് കണ്ട് അയാൾക്കങ്ങ് ദേഷ്യം വന്നു. എല്ലാം ഒപ്പിച്ചു വിട്ടിട്ട് ഈ പണ്ടാറ് ഇത് എവിടെ പോയി കിടക്കുക? അയാൾക്ക് നിൽപ്പുറക്കുന്നില്ല. വെരുകിനെ പോലെ അയാൾ ആ ഫോൺ പിടിച്ച് ആ മുറ്റത്തോടെ തലങ്ങും വിലങ്ങും നടന്നു. ബാപ്പയാണ് വിളിക്കുന്നത്, എന്തിനാണെന്ന് നോക്കട്ടെ, നിസാം ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ പറഞ്ഞു. ഷെറിൻ എന്തോ പറയാൻ വന്നതും മിണ്ടല്ലേ എന്നവൻ ചുണ്ടിനു മീതെ വിരൽ വെച്ച് കാണിച്ചു. വീണ്ടും ഹംസ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു. അവൻ ഫോൺ എടുത്തതും, നീ എവിടെ പോയി ചത്ത് കിടക്കാട് നായിൻ്റെ മോനെ? ഞാൻ വിളിച്ച എനിക്കൊന്ന് ഫോണെടുത്ത് സംസാരിച്ചൂടെ?
ഹംസ ഫോൺ എടുത്തതും പുളിച്ചു തേറി വിളിച്ചു കൂവി. അവൻ ഫോൺ എടുക്കാൻ വൈകിയതിനുള്ള ദേഷ്യത്തേക്കാൾ ഏറെ റസിയ ഗർഭിണിയാണെന്നറിഞ്ഞതിലുള്ള ദേഷ്യമായിരുന്നു അയാൾക്ക്. നിസാം ഒരു വിളറിയ ചിരിയോടെ ഷെറിൻ്റെ നേരെ നോക്കി. അവളുടെ കണ്ണും മിഴിച്ചുള്ള ഇരിപ്പ് കണ്ടാൽ അവൾ ഇതുപോലെയുള്ള തെറി ആദ്യമായിട്ട് കേൾക്കുന്നതാണെന്ന് തോന്നും. നിസാം നേരത്തെ ബാപ്പയെന്ന് തന്നെയല്ലേ പറഞ്ഞത് എന്ന് സംശയം തോന്നി ഷെറിന്. നിസാം അവളെ നോക്കിയൊന്ന് കണ്ണു ചിമ്മി കാണിച്ചു. ആ ബാപ്പ, ഞാൻ കുറച്ച് ബിസിയായിരുന്നു. നിങ്ങൾ കാര്യം പറഞ്ഞോട് ബാപ്പ. താൻ കേട്ടതിൽ പിഴച്ചിട്ടില്ലെന്ന് ഷെറിൻ ഉറപ്പിച്ചു. നിസാമേ, ഈ ഇങ്ങനെ ഊരി ചുറ്റി നടന്നോ? ആ പെണ്ണിവിടെ കയറി വന്നിരുന്നു നിന്നെ തിരക്കിക്കൊണ്ട്. ബാപ്പ പറയുന്നത് കേട്ടതും നിസാം ആദ്യം നോക്കിയത് ഷെറിൻ്റെ മുഖത്തേക്കാണ്. ഫോൺ സ്പീക്കറിലായതുകൊണ്ട് അവളും എല്ലാം കേൾക്കുന്നുണ്ടെന്ന് വ്യക്തം. ബാപ്പ കാര്യമായി എന്തോ പറയാൻ വിളിച്ചതാണെന്ന് തോന്നി. ഷെറിൻ എങ്ങനെ ഇരിക്കുമ്പോൾ കോൾ കട്ടാക്കി കളയാനും കഴിയില്ല. പിന്നെ അത് മതിയാകും അവൾക്ക് പിണങ്ങാൻ. ഏത് പെണ്ണ്? ഏത് പെണ്ണിൻ്റെ കാര്യമാണ് ബാപ്പ പറയുന്നത്? നിസാം നിഷ്കളങ്കനായി ചോദിച്ചു. ആ റസിയ, ആ പിഴച്ച പെണ്ണെന്നെ. അവളോ? അവളെന്തിനാ വീണ്ടും അങ്ങോട്ട് വന്നത്? എന്നിട്ട് നിങ്ങളൊക്കെ നോക്കിന്നോ? അവളെ അടിച്ചു ഒടിക്കുന്നതിന് പകരം പൂമാലയിട്ട് സ്വീകരിച്ചിരുത്തിയോ നിങ്ങളും ഉമ്മച്ചിയും? ഷെറിൻ നോക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ അവൻ ഇച്ചിരി ഓവറായി അഭിനയിച്ചു. അവൾ എന്തിനാ വന്നതെന്ന് എൻ്റെ മോനെ അറിയണ്ടേ? എനിക്ക് അറിയേണ്ടത്? ഹംസ ചോദിച്ചു. ഹോ, വേണമെന്നില്ല. വിട്ടുവീഴ്ച ചെയ്യേണ്ടായിരിക്കും. എൻ്റെ കാലിൽ വന്ന് മാപ്പ് ചോദിക്കാം, അവളെ സ്വീകരിക്കണമെന്ന് പറയാൻ വേണ്ടിയാവും. നടക്കില്ലെന്ന് ഉപ്പ പറഞ്ഞേക്ക്. എനിക്കിനി ഓളെ വേണ്ട. അവൻ തീർത്ത് പറഞ്ഞുകൊണ്ട് ഷെറിൻ്റെ നേരെ നോക്കി. അവളുടെ മുഖം തെളിഞ്ഞിട്ടുണ്ട്. അതൊന്നല്ലടാ, ഇത് കേൾക്കണം. അവൾ വന്നത് വേറൊരു കാര്യം പറയാനാണ്. റസിയ ഗർഭിണിയാണ്. എന്ത്? പെട്ടെന്ന് ആ വാർത്ത കേട്ടതും നിസാമിന് ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. തൊട്ടടുത്തിരിക്കുന്ന കാമുകയെ പോലും മറന്നവൻ അലറി. അവനറിയാം അവൾ ഗർഭിണിയാണെങ്കിൽ ആ കുഞ്ഞ് തൻ്റേതാവുമെന്ന്. റസിയയും ഷിബിലയും ചേർത്ത് പറഞ്ഞെങ്കിലും അവർക്കെതിരെ അവിഹിതം ആരോപിച്ചുവെങ്കിലും അതിൽ ഒരു തരി പോലും സത്യമില്ലെന്ന് ആ ബാപ്പയെപ്പോലെ തന്നെ നിസാമിനും അറിയാം. അവൻ കാറ് റോഡിനോരം സൈഡാക്കി. ഈ ഇങ്ങനെ അലറി പൊളിക്കൊന്നും വേണ്ട. ഓളെ പള്ളിയിലേ എൻ്റെ കുഞ്ഞ് വളരുന്നുണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അതും പറഞ്ഞാണ് ആ ഒരുമ്പട്ടോള് ഇന്നീ പടി കയറി വന്നത്. അവരുടെ സംസാരം ശ്രദ്ധിച്ചിരുന്ന ഷെറിൻ്റെ മുഖം ചുവന്നു. റസിയെ സ്നേഹത്തോടൊന്ന് തൊട്ടിട്ട് പോലും ഇല്ലെന്ന് നിസാം അവൾക്ക് വാക്ക് നൽകിയതാണല്ലോ. അവൻ തന്നെ പറ്റിച്ചതായിരുന്നു. ഷെറിൻ്റെ ഉള്ളം കലങ്ങി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഷെറിൻ്റെ മുഖത്തേക്ക് നോക്കിയ നിസാമിന് പെട്ടെന്ന് ബോധം വന്നു. അവളെ പറഞ്ഞ് വിശ്വസിപ്പിച്ച കള്ളങ്ങൾ ഓർമ്മ വന്നു. ആ ബാപ്പ, ആ നായിൻ്റെ മോള് കള്ളം പറഞ്ഞ് വന്നതാവും. ഞാൻ അവളെ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. പിന്നെ അവളെങ്ങനെ ഗർഭിണിയാവും? പതർച്ച മറച്ചവൻ സത്യത്തെ വീണ്ടും കള്ളം കൊണ്ട് മൂടി വെക്കാൻ ശ്രമിച്ചു. ഷെറിൻ്റെ മുഖത്തെ ഭാവവ്യത്യാസം ഇടം കണ്ടിട്ട് ശ്രദ്ധിക്കുകയും ചെയ്തു. പിന്നെ ഈ തൊടാതെ ഓൾക്കെന്താടാ, ദിവ്യഗർഭം ഉണ്ടായോ? അതോ നോക്കി ഗർഭം ഉണ്ടാക്കാനുള്ള വിദ്യ വല്ലതും എൻ്റെ മോനെ അറിയോ? പരിഹാസം കലർത്തിയായിരുന്നു ആ ചോദ്യം. ഷെറിൻ്റെ മുന്നിൽ നിസാമങ്ങ് ഇല്ലാതായി. ഞൊടിയിട നേരം അവൻ വിയർത്തു കുളിച്ചു. അവളുടെ കൈ പിടിക്കാൻ പതിയൊരു ശ്രമം നടത്തിയെങ്കിലും അവൾ കൈതട്ടി എറിഞ്ഞതോടെ അവൻ പരാജയപ്പെട്ടു. അവൾ പറഞ്ഞ കള്ളങ്ങളൊക്കെയും ബാപ്പയും വെള്ളം തൊടാതെ വിഴുങ്ങിയോ? ഞാൻ ആ പെണ്ണിനെ തൊട്ടിട്ടില്ല ബാപ്പ. അവൾ ഗർഭിണിയാണെങ്കിൽ തന്നെ അതെൻ്റെ കുഞ്ഞല്ലെന്ന കാര്യം എനിക്ക് ഉറപ്പുണ്ട്. ഞാനത് തെളിയിക്കുകയും ചെയ്യും. അവളെ സംരക്ഷണം ഏറ്റെടുത്ത് ഇറക്കിക്കൊണ്ടു പോയില്ലേ ഒരുവൻ? ആ കുഞ്ഞ് അവൻ്റേതാവും. ഒടുക്കം അത് എൻ്റെ തലയിൽ കെട്ടിവെക്കാനാവും അവൻ്റെ പ്ലാൻ. നിസാം കത്തിക്കയറി. ഷെറിൻ അവനെ നോക്കി. അവനാ പറയുന്നതൊക്കെ സത്യമായിരിക്കുന്നവൾ ഊഹിച്ചു. വീണ്ടും എന്തൊക്കെയോ സംസാരിച്ച് ഫോൺ വെച്ച് നിസാം ഷെറിൻ്റെ നേരെ തിരിഞ്ഞു. ഷെറിൻ, ഇടർച്ചയോടെ അവനവളെ വിളിച്ചു. നിനക്കും എന്നെ വിശ്വാസമില്ലേ ഷെറിൻ? അവൻ്റെ ശബ്ദം ദുർബലമായി. ഷെറിൻ അവനെ ദയയോടെ നോക്കി. നീ എന്നെ വിശ്വസിക്കണം ഷെറിൻ. നിന്നെ മാത്രമേ എനിക്ക് ബോധിപ്പിക്കാനുള്ളൂ. എനിക്ക് അവളോടും അവളെ ശരീരത്തിനോടും അറപ്പായിരുന്നെന്ന് ഞാൻ നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഷെറിൻ. ആ കുഞ്ഞ് എൻ്റേതല്ല ഷെറിൻ, നീയാണ് സത്യം. അവൻ്റെ അഭിനയത്തിൽ ഷെറിൻ വീണെന്ന് തന്നെ പറയാം. അവൾ അവൻ്റെ ചുമലിൽ കൈവച്ചു. ആശ്വസിപ്പിക്കാനെന്നോണം. സാബിറ റസിയയും കൊണ്ട് വീണ്ടും അങ്ങോട്ട് കയറി വരുന്നത് കണ്ടതും സിന്നുവിൻ്റെ മുഖം തെളിഞ്ഞു. അവരെ പെണ്ണിനെ സ്വീകരിച്ചില്ലേ? സിന്നു ചോദിച്ചു. സാബിർ റസിയെ നോക്കി. വേദന കൊണ്ട് വിങ്ങി നിൽക്കുകയാണവൾ. ഇല്ല, അവർക്കവളെ വേണ്ടെന്ന് പറഞ്ഞു. അല്ല, അതെങ്ങനെ ശരിയാവും?
അവളെ വയറ്റിൽ വളരുന്ന സാധനത്തിനെയും ഇനിയിപ്പോൾ അതിനെയും ഇവിടെയുള്ളവർ ചുമക്കണോ? സിന്നു വിറഞ്ഞു തുള്ളി. അത് കണ്ടാണ് ഷിബിലി അവിടേക്ക് വന്നത്. അവനെല്ലാം കാണുന്നുണ്ടായിരുന്നു. സാബിറയും റസിയും ആ മുറ്റത്ത് നിന്ന് അംസിയോട് സംസാരിക്കുന്നതും അയാൾ അവരെ ആ മുറ്റത്ത് നിന്ന് വലിച്ചയച്ച് പുറത്തേക്ക് എറിയുന്നതും എല്ലാം അവനെ ബാൽക്കണിയിൽ നിന്ന് കണ്ടിരുന്നു. അവിടേക്ക് ഇറങ്ങിച്ചെല്ലാനും അയാൾക്കിട്ട് 2 പൊട്ടിക്കാനും കൈ തരിച്ചിട്ടും പിടിച്ചു നിന്നത് അവളെ ഓർത്തത് കൊണ്ട് മാത്രമാണ്. സിന്നു! ആ വീടിൻ്റെ ചുമരിനെ പോലും പിടിച്ചു കുലുക്കും വിധത്തിലായിരുന്നു അവൻ്റെ ശബ്ദം. സിന്നുവിനെ പോലെ തന്നെ എല്ലാവരും ഞെട്ടിപ്പകച്ചുകൊണ്ട് അവനെ നോക്കി. റസിയ എവിടെയുണ്ടോ അവിടെ അവളുടെ കുഞ്ഞുണ്ടാവും. അതോർത്ത് നീ വേവലാതിപ്പെടണ്ട. എങ്ങും എത്താതെയുള്ള അവൻ്റെ ആ പറച്ചിൽ സിന്നുവിന് രസിച്ചില്ല. ഓ, ഇനിയിപ്പോൾ കുഞ്ഞിൻ്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ പോവാവും. നാണില്ലല്ലോ ഏതോ ഒരുത്തൻ്റെ കുഞ്ഞിനെ. അതോ ഇനി അവർ പറയും പോലെ ആ കുഞ്ഞ് നിങ്ങളുടേതാണോ? സിന്നു ചോദിച്ചു തീരും മുമ്പേ അവളുടെ മുഖത്ത് ഷിബിലിയുടെ കൈ ആഞ്ഞ് പതിഞ്ഞിരുന്നു. ഷിബി! ഐഷുമ്മ ഉറക്കെ വിളിച്ചു. റസിയ പകപ്പോടെ ഷിബിലിയെ നോക്കി. അടികൊണ്ട് കവിൾ പൊതിഞ്ഞു പിടിച്ചു സിന്നു റസിയെ പകയുള്ള കണ്ണുകളോടെ തുറച്ചു നോക്കി. നീ കാരണമാണടി ഷിബിക്ക എന്നെ തല്ലിയത്. നീയും നിന്റെ കുഞ്ഞും ഈ വീട്ടിൽ വാഴില്ല റസിയ. ഈ സിന്നു അതിന് സമ്മതിക്കില്ല. നിന്റെ കുഞ്ഞ് പുറത്തു വരും മുമ്പേ ഞാനിതിനെ തീർത്ത് കളയും. നീ നോക്കിക്കോ. റസിയയുടെ കാതോരം വന്ന് അവൾക്ക് മാത്രം കേൾക്കാൻ പാകത്തിൽ ശബ്ദം മടക്കി പറഞ്ഞവൾ കാറ്റുപോലെ അകത്തേക്ക് പോയി. റസിയ അനക്കമറ്റതുപോലെ അവൾ പോയ വഴിയെ നോക്കി അതേ നിൽപ്പ് നിന്നു. സാബി, നീ റസിയെ അകത്തേക്ക് കൊണ്ടുപോ. ഐഷുമ്മ പറഞ്ഞതും സാബിറ റസിയെയും വിളിച്ച് അകത്തേക്ക് പോയി. എന്നാലും നീ ആ പെണ്ണിനെ കൈവച്ചത് ശരിയായില്ല ഷിബിലി. ഐഷുമ്മ ഷിബിലയെ നോക്കി. നാക്കിനെല്ലില്ലെന്ന് വെച്ച് വായിൽ തോന്നിയത് മുഴുവൻ വിളിച്ചു പറയാനേ നിന്നാൽ അവളല്ല ആരാണെങ്കിലും ഷിബിലി തല്ലും. അത്രയും പറഞ്ഞവൻ പുറത്തേക്ക് ഇറങ്ങിപ്പോയി. ഉമ്മി, ഷിബിക്ക ഇന്ന് എന്നെ തല്ലി. ഞാനെന്ന് പറഞ്ഞില്ലേ ഇത്തിൽ കണ്ണി പോലെ ഇവിടെ കയറി പറ്റിയൊരു പെണ്ണിനെക്കുറിച്ച്. അവൾക്ക് വേണ്ടിയാണ് ഷിബിക്ക ഇന്ന് എന്നെ തല്ലിയത്. സിന്നു അവളുടെ ഉമ്മയെ വിളിച്ച് പരാതി പറഞ്ഞു. ഹോ, ഓൻ എത്രക്കായോ? ആ പെണ്ണിനെ അവിടെ നിന്നും കെട്ടിച്ചില്ലെങ്കിൽ ഓനൊരിക്കലും നിന്നെ മെയിൻ്റാക്കാൻ പോകുന്നില്ല സിന്നു. ഞാനും വരുന്നുണ്ട് നാളെ അങ്ങോട്ട്. അവളെ ഇവിടെ നിന്ന് ഓടിക്കാൻ എന്നെക്കൊണ്ട് പറ്റുമെന്ന് ഞാൻ നോക്കട്ടെ. സിന്നുവിൻ്റെ ഉമ്മ ഹാജറ രോഷം കൊണ്ടു. അവർക്ക് സിന്നുവിനെ കൂടാതെ ഒരു മകൻ കൂടെയുണ്ട്. സിന്നുവിൻ്റെ ഇക്കാക്ക ഷെയ്ജൽ. സിന്നുവിൻ്റെ ഉപ്പ മരിച്ചിട്ട് വർഷങ്ങളായി. ആരും നിയന്ത്രിക്കാനില്ലാത്തത് കൊണ്ട് ഹാജറുടെയും സിന്നുവിൻ്റെയും അഴിഞ്ഞാടിയുള്ള ജീവിതം കൊണ്ട് തന്നെയാണ് അവൾക്കൊരു നല്ല ആലോചന ശരിയാവാതിരുന്നത്. ആദ്യമേ അവൾ ഷിബിലിയെ ഇഷ്ടമായിരുന്നല്ലോ. ഹാദിയ മരിച്ചതുകൊണ്ട് ഷിബിലി ഒരു 2ാം വിവാഹം കഴിക്കാതിരിക്കില്ല. അവൻ്റെ ഹൃദയത്തിൽ എങ്ങനെയെങ്കിലും കയറി പറ്റിയാൽ ഇനിയെങ്കിലും തനിക്ക് നറുക്ക് വീഴാതിരിക്കില്ലെന്ന വിശ്വാസത്തോടെയാണ് അവൾ സ്വന്തം വീട് വിട്ടിങ്ങനെ ഷിബിലിയുടെ വീട്ടിൽ വന്ന് നിൽക്കുന്നത്. രാത്രി നിസാമിൻ്റെ വീട്ടിൽ ബാപ്പയും മോനും ബാൽക്കണിയിലിരുന്ന് ചർച്ചയിലായിരുന്നു. ഇനിയിപ്പോൾ എന്ത് ചെയ്യും? അവൾ എന്നെ വെല്ലുവിളിച്ചിട്ടാണ് പോയതടാ. ആ കുഞ്ഞിൻ്റെ ഉപ്പ നീയാണെന്ന് തെളിയിക്കാൻ അവൾക്ക് എൻ്റെ വാക്കിൻ്റെ ആവശ്യമില്ലെന്ന് അവൾ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. ഒരു പെണ്ണ് ഇത്ര ഉറപ്പോടെ പറയുമ്പോൾ അതിൽ സത്യം ഉണ്ടാവും. ആ കുഞ്ഞ് പിറന്നാലേ ഇന്നല്ലെങ്കിൽ നാളെ അത് വേര് തേടി നിൻ്റെ നെഞ്ചത്തോട്ട് തന്നെ വരും. ആദ്യം ആ കുഞ്ഞിനെ ഇല്ലാതാക്കണം. അത് കഴിഞ്ഞ് അവളെയും. പകയോടെ പറഞ്ഞുകൊണ്ട് ഹംസ കയ്യിലെ എരിയുന്ന സിഗരറ്റ് ചുണ്ടോട് ചേർത്ത് വെച്ചൊന്ന് ഊരി. അതിനുള്ള വഴി എനിക്കറിയാം ബാപ്പ. അവളിലെ ഉള്ളിൽ മുളച്ച വിത്തിനെ ഞാൻ തന്നെ ഇല്ലാതാക്കിക്കോളാം. നാളെ നേരെ വന്ന് പുലർന്നോട്ടെ. എനിക്കവളെ ഒന്ന് കാണണം. അവളുടെ നെകളിപ്പ് ഞാൻ തീർത്ത് കൊടുക്കുന്നുണ്ട്. നിസാം മുഷ്ടി ചുരുട്ടി ഭിത്തിയിൽ അടിച്ച് ദേഷ്യം നിയന്ത്രിച്ചു. റസിയെയും കുഞ്ഞിനെയും ഇല്ലാതാക്കുന്നതിനെക്കുറിച്ച് ഓർത്തതും അവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ കാര്യമായെന്തോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടെന്ന് ഹംസയ്ക്ക് തോന്നി. അയാൾ മകനെ ഒന്ന് നോക്കിക്കൊണ്ട് വായിൽ നിറച്ച പുകച്ചുരുൾ വായുവിലേക്ക് ഓതിവിട്ടു. എല്ലാം സൂക്ഷിച്ചും കണ്ടും ചെയ്യണട്ടോ മോനെ. ഇത് ചെവി അറിയരുത്. നിസാമിൻ്റെ തോളിൽ തട്ടിയത് പറയുമ്പോൾ അയാളുടെ ചുണ്ടിൽ ക്രൂരമായൊരു ചിരിയുണ്ടായിരുന്നു. റൂമിലേക്ക് വന്ന് നിസാം ഫോണെടുത്ത് ഷെറിനെ വിളിച്ചു. ഷെറിൻ, നാളെ നീ ഫ്രീ ആണോ? അവൾ ഫോണെടുത്തതും അവൾ ചോദിച്ചു. നാളെ ഇനിയിപ്പോൾ എന്താണ് കാര്യം? ഇന്ന് തന്നെ മധുരം കൊണ്ടൊന്നും നിറഞ്ഞില്ല നീ മോനെ. ഇനി നാളെയും വേണോ? നർമ്മം കലർത്തി അവളൊരു കള്ളച്ചിരിയോട് ചോദിച്ചു. അതല്ലടാ, നാളെ നീ ഫ്രീ ആണെങ്കിലേ ആ മദർ കെയർ ഹോസ്പിറ്റലിലേക്ക് ഒന്ന് വരാമോ? ഗൈനക്കോളജിസ്റ്റ് ഷഹാന നിൻ്റെ ഫ്രണ്ടിൻ്റെ കസിനാണെന്നല്ലേ പറഞ്ഞത്? എനിക്ക് വേണ്ടി ഒരു ഹെൽപ്പ് ചെയ്യോ? അവൻ്റെ ചോദ്യം മനസ്സിലാകാതെ ഷെറിൻ നിന്നു. അവനിപ്പോൾ ഗൈനക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യം എന്താണ്? അവളുടെ ചിന്തകൾ പല വഴി പാഞ്ഞു. ഈ എന്തൊക്കെയാണ് പറയുന്നത് നിസാമേ?
എന്താ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ. നാളെ ഞാൻ റസിയയെ കൂട്ടി അങ്ങോട്ട് വരാം. അവരുടെ ഉള്ളിൽ നാമ്പെടുത്ത ആ സാധനത്തിനെ ഇല്ലാതാക്കണം. എനിക്ക് ഏതോ ഒരുത്തൻ്റെ അഴുക്കും പേറി വന്ന് എൻ്റെ തലയിൽ കെട്ടിവെക്കാനാണ് അവളെ ഭാവം. അതേ, മുളയിലെ നുള്ളി കളഞ്ഞില്ലെങ്കിൽ നാളെ അവൾ അതിനെ വെച്ച് എന്നോട് വില പേശും. നീ എൻ്റെ കൂടെ നിൽക്കില്ലേ ഷിറിൻ? അവൻ പ്രതീക്ഷയോടെ ചോദിച്ചു. പിന്നെന്താ നിസാമേ, തീർച്ചയായും ഞാൻ നിൻ്റെ കൂടെ നിൽക്കാം. മറുപടി പറയാൻ അവൾക്ക് രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ടി വന്നില്ല. അവൻ്റെ കൂടെ നിൽക്കാമെന്ന് സമ്മതിക്കുമ്പോൾ നാളെ ആ കുഞ്ഞ് തങ്ങളുടെ ജീവിതത്തിലൊരു കരടായി ഉണ്ടാവുമോ എന്ന് തന്നെയാണ് ഷെറിൻ ചിന്തിച്ചത്. എന്നാൽ ഇതൊന്നും അറിയാതെ ജനലോരം ചേർന്ന് പുറത്തേക്ക് നോക്കി നിൽക്കുകയായിരുന്നു റസിയ. ദൂരെ ഇരുട്ടിൽ ഒരു മിന്നാമിനുവിൻ്റെ നറുങ്ങുവെട്ടം അവൾ കണ്ടു. അത് പതിയെ തൻ്റെ നേരെ പറന്നെടുക്കും പോലെ തൻ്റെ ജീവിതത്തിലേക്കും ഒരു പ്രകാശം കടന്നു വരുമായിരിക്കും. അവളിൽ നിന്നൊരു നിശ്വാസം ഉതിർന്നു വീണു. ചൂളം വിളിച്ചെത്തിയ ഇളങ്കാറ്റ് അവളെ തലയോടെയകന്നു. റസിയുടെ വലത് കൈ അവളുടെ വയറിൽ പതിയെ അമർന്നു. എൻ്റെ കുഞ്ഞാണ്, എൻ്റെയാണ്. ആദ്യമായി അവൾ ആ കുഞ്ഞിനെക്കുറിച്ച് ഓർക്കുമ്പോൾ തനിക്കും ആരൊക്കെയും ഉണ്ടെന്ന് തോന്നൽ. ചുട്ടുപഴുത്ത മനസ്സിലേക്ക് ഒരു മഞ്ഞുതുള്ളി ഇറ്റുവീഴും പോലൊരു തണുപ്പ് അനുഭവപ്പെട്ടു അവൾക്ക്. പലവട്ടം ഈ ജീവിതം അവസാനിപ്പിക്കാൻ മനസ്സ് ഉപദേശിച്ചതാണ്. ആർക്കും വേണ്ടാത്തൊരു ഭാരമായി ജീവിക്കുന്നതിന് നല്ലത് മരണം തന്നെയാണ്. പക്ഷേ ആത്മഹത്യ ചെയ്യുന്നവർ ഇരു ലോകവും നഷ്ടപ്പെട്ടവരാണെന്നല്ലേ പണ്ട് മദ്രസയിൽ പഠിച്ചത്? ബുദ്ധി പിന്തിരിപ്പിക്കും. ഇനി എനിക്ക് ജീവിക്കണം. എൻ്റെ കുഞ്ഞിന് വേണ്ടി. ഉപ്പയില്ലെങ്കിലും അവൻ്റെ ഉമ്മ അവൻ്റെ കൂടെ തന്നെ വേണം. എന്തോ ഓർമ്മയിൽ കണ്ണൊന്ന് ചിമ്മി തുറന്നതും അവളുടെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ നിലത്തേക്ക് വീണിരുന്നു. ഇൻഷാ അല്ലാഹ് ഈ കഥയുടെ ബാക്കി ഭാഗവുമായി നാളെ കാണാം. അസ്സലാമു അലൈക്കും. എല്ലാവരും ലൈക്കും കമൻറ്റൊക്കെ ചെയ്യണേ.